മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു വ്യത്യസ്തമായ ഫിഷ് കറിയുടെ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഞാൻ കപ്പ വേവിക്കുന്നുണ്ട്. കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങ അരച്ചെടുത്ത് മസാലയുടെ കൂടെ കുറച്ച് തേങ്ങയോടെ അരച്ചെടുത്ത് ഒരു തിക്ക് ഗ്രേവി ഉള്ള ഒരു ഫിഷ് കറി. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. സാൽമൺ ഫിഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് ഉപയോഗിക്കാം. 1 കിലോ ഫിഷ് കൊണ്ടുള്ള കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കാം. ഇനിയും ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറട്ടെ. ഒരുപാട് തേങ്ങ മൂപ്പിക്കണ്ട, തീയലിന് മൂപ്പിക്കുന്ന പോലെ. അപ്പോൾ ഫിഷ് കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ചെറുതായിട്ടൊന്ന് പച്ചമണം മാറിയാൽ മതി. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഫിഷ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം 1 ടീസ്പൂണോളം ഫിഷ് മസാല ചേർത്ത് കൊടുത്തു. ഇത് ചെറിയ തീയിലാണ് ഇപ്പം ഫ്ലെയിം ഇരിക്കുന്നത്. ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി ഒരു 1.5 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. തേങ്ങ നല്ലവണ്ണം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനിയും ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മുളക് പൊടിയുടെ പച്ചമണം മാറിയപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് അതിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ 1 കപ്പോളം ചൂടുവെള്ളം ഈ മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് അത് മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ ഫിഷ് കറിയിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ 2 ചുള പുളി അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു വെച്ചേക്കുമായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ മാങ്ങായൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും മതി. ഈ പുളിയുടെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും നമ്മൾ ഒരു ചെറിയ മാങ്ങ അത് കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വലിപ്പത്തിലാണ് അത് അരിഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അറ്റം പിളർന്ന തൊണ്ടമുളക്, ഇതിനകത്ത് ഒരുപാട് എരിവൊന്നുമില്ല, ഇതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇപ്പോൾ ഞാൻ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും ഗ്രേവിയിൽ ഉപ്പെല്ലാം ഒന്ന് പാകമാകട്ടെ. ഇനി ഇതൊന്ന് തിള വരട്ടെ. തിള വന്ന് കഴിയുമ്പം നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം. ഇപ്പം ഗ്രേവി നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവിക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടുതൽ ചേർത്താണ്. ഇത് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കുറച്ച് ഗ്രേവി കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. ഇതിനി ഒന്നുകൂടെ ഈ ഫിഷ് ഈ ഗ്രേവി കിടന്നൊന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കേണ്ടത്. ഇനിയും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനിയും ഈ ഗ്രേവി കിടന്ന് ഒരുപാട് ഇളക്കണ്ട. ഈ സാൽമൺ ഫിഷ് ഭയങ്കര സോഫ്റ്റാണ്. ചെറുതായിട്ടൊന്ന് ഗ്രേവി മുക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് അടപ്പടച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് അടപ്പ് മാറ്റി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൈവച്ച് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനിയും തവിയൊന്നും ഇടല്ലേ. വെന്തിട്ടില്ല, കഷ്ണങ്ങൾ വെന്തിട്ടില്ല, കുറച്ചുകൂടെ ഇരിക്കണം. അപ്പം നമുക്ക് നല്ല തിള വരുന്നുണ്ട്, നല്ല മണമുണ്ട്. നമുക്ക് അടപ്പടച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണ് ഉലുവാപ്പൊടി. ആദ്യം കടുക് ഒലത്തും അത് എണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യം കറിവേപ്പില മൂപ്പിച്ചപ്പം വേണമെങ്കിൽ നമുക്ക് മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കായിരുന്നു. ഇപ്പം ഞാൻ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ്
മീൻ കഷ്ണങ്ങൾ 1/4 വേവായപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. നല്ല തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ വേണം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഏകദേശം മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. നമ്മൾ ഒരു കുറച്ച് ടൈം കൂടെ വേണം അടച്ചു കൊടുക്കാം. ആ ഫിഷ് കറിയിലേക്ക് നമുക്ക് കുറച്ച് കടുക് താളിച്ചിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ എണ്ണയേ ഉള്ളിത് കുറച്ച്, അതുകൊണ്ടാണ് ചെറിയ പാനിലാണ് വെച്ചത്. കടുകും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ കടുക് താളിച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കറി ഡിഷ് ഔട്ട് ചെയ്യാവും.